രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഇതൊരൊറ്റപ്പെട്ട കേസല്ല, ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ കേസുമായി ബന്ധമുണ്ട്. 15-ലധികം പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. 10-20ഓളം വനിതാ കോൺഗ്രസ് നേതാക്കൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും PCC അധ്യക്ഷനും ഇതിനു മുമ്പ് പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതികളൊന്നും വെളിച്ചം കണ്ടില്ല. ഇതിപ്പോൾ അതിജീവിത തന്നെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ച് നൽകിയ പരാതി ആയതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. കഴിഞ്ഞ തവണ മുൻകൂർ ജാമ്യം കിട്ടിയത് കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രേസ് ചെയ്ത അല്ലെങ്കിൽ ചേസ് ചെയ്ത പോലീസുകാർ തന്നെ അത് മുഴുവൻ വിവരങ്ങളും ചോർത്തി കൊടുത്തിട്ടുണ്ടായി. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. സർക്കാർ നിർബന്ധിതമായതാണ്. ഇതിനേക്കാൾ ഗുരുതരമായ കേസുകൾ, കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നേരത്തെയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും അതിന് മുകളിൽ അടയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയുമില്ലാതായതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത്. നിർബന്ധിതമായ ഗർഭഛിദ്രത്തിനും അതുപോലെ ക്രൂരമായ പീഡനത്തിനും ഇരയായ അതിജീവിതകൾ അവർ തന്നെ DNA ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ എടുത്തു വെക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഇതാണോ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഞങ്ങൾ ഈ കേസിൽ ആദ്യം മുതലേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിലുള്ളവർക്കും ഈ കേസിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പങ്കുണ്ട്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം പോകണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. MLA സ്ഥാനത്ത് രാജിവെച്ചേ മതിയാവുള്ളൂ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസിൽ അകത്താണോ പുറത്താണോ എന്നുള്ളത് നാട്ടുകാരെ ബാധിക്കുന്ന വിഷയമല്ല. നാട്ടുകാരെ ബാധിക്കുന്ന വിഷയം അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മാന്യത കോൺഗ്രസ് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്.